ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ആവർത്തിക്കുന്ന കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, വളങ്കഞ്ചായം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വളങ്കഞ്ചായം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, കേരളക്കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കേരളക്കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. കേരളക്കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഒന്നുകൂടി വായിക്കാം. പുലിക്കോട് വെള്ളച്ചാട്ടം കാസർഗോഡ് ജില്ലയിൽ, വളങ്കഞ്ചായം ഇടുക്കി, കുമ്പാവുരുട്ടി കൊല്ലം, കേരളക്കുണ്ട് മലപ്പുറം. അടുത്ത ചോദ്യം, വാഴ്വന്തോൾ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വാഴ്വന്തോൾ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഇടുക്കി. വാഴ്വന്തോൾ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി. അടുത്ത ചോദ്യം, അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. ഒന്നും കൂടി വായിക്കാം. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിൽ, സീതാർകുണ്ട് വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിൽ, പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ. അടുത്ത ചോദ്യം, കാന്തൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കാന്തൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, മങ്കയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മങ്കയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ആഢ്യൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ആഢ്യൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം, ചെതലയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ചെതലയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ചെതലയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. ഒന്നുകൂടി വായിക്കാം. കാന്തൻപാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. ചെതലയം വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, അളകാപുരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? അളകാപുരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. അടുത്ത ചോദ്യം, മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. അടുത്ത ചോദ്യം, അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? ഉത്തരം ചാലക്കുടി പുഴ. അളകാപുരി വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിൽ, മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിൽ, അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം? ഏത് നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം? ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. ഒന്നും കൂടി വായിക്കാം. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം
തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.